സംസ്ഥാന ഗവർണർമാരുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നുവെന്ന വാർത്തകളാണ് പല കോണിൽ നിന്നും കേൾക്കുന്നത്. ഇതിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ക്യാബിനറ്റ് ഉപസമിതി ജൂലൈ ആദ്യവാരം ചേരുമെന്നാണ് അറിയുന്നത്. ഗവർണറുടെ പ്രവർത്തനം സംബന്ധിച്ച IB റിപ്പോർട്ടായിരിക്കും പരിഗണിക്കുന്നത്. സമിതിയുടെ ശുപാർശ അടിസ്ഥാനമാക്കിയാണ് ഗവർണർമാരുടെ തുടർച്ചയും സംസ്ഥാനവുമൊക്കെ തീരുമാനിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധി സെപ്റ്റംബറിൽ തീരും. രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാരുമായി നിരന്തരം പോരടിച്ച് ഇടഞ്ഞ് ദേശീയ ശ്രദ്ധ നേടിയ ആരിഫ് മുഹമ്മദ് ഖാൻ കാലാവധി കഴിഞ്ഞാലും തുടരുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മോഹം കേരളത്തെക്കാൾ ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണർ ആവാനാണ്. 5 വർഷമോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രീതി ഉള്ളിടത്തോളം ഗവർണറായി തുടരാം. കാലാവധി കഴിഞ്ഞാലും പുതിയ ഗവർണറെ നിയമിക്കും വരെ അവിടെ തുടരാൻ പറ്റും. ഇവിടെ ബില്ലുകൾ തടഞ്ഞുവെച്ചും SFIക്കാരോട് ഗുസ്തി പിടിച്ചും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുമൊക്കെ പലപ്പോഴും സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ മാറ്റാനിടയില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ 2 ടൈം ഗവർണർമാർക്ക് അനുവദിക്കില്ലെന്നാണ് BJP നയം. അതിൽ ഇളവ് നൽകുമോ എന്ന് കണ്ടറിയണം. പല കാര്യങ്ങളിലും ഇളവ് നൽകിയിട്ടുള്ളത് കൊണ്ട് ഇക്കാര്യത്തിലും അത് പ്രതീക്ഷിക്കാം. 73 വയസ്സുകാരനായ ഖാൻ നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിനായി ശ്രമിച്ചിരുന്നുവെങ്കിലും ബംഗാൾ ഗവർണറായിരുന്ന ജഗദീപ് ധൻഖറിനാണ് നറുക്കു വീണത്. കേരളത്തിൻ്റെ 22ാം ഗവർണറായി 2019 സെപ്റ്റംബറിൽ 6-നാണ് ഖാൻ ചുമതലയേറ്റത്. ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹറാണ് സ്വദേശം. 26-ാം വയസ്സിൽ UP നിയമസഭയിലെത്തിയ ഖാൻ UPയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLAയും മന്ത്രിയുമായിരുന്നു. എന്നും അധികാരത്തിനായി എന്ത് തറവേലയും കാണിക്കും. എങ്ങോട്ട് വേണമെങ്കിലും ചായുകയും ചരിയുകയും ചെയ്യും. ചരൺ സിംഗിൻ്റെ ഭാരതീയ ക്രാന്തിദളിൽ തുടങ്ങി കോൺഗ്രസിലൂടെ വളർന്നു. 1986-ൽ മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമം കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ച് കോൺഗ്രസ് വിട്ടു. പിന്നീട് VP സിംഗിനൊപ്പം ജനമോർച്ചയിലൂടെ ജനതാദളിലെത്തി. VP സിംഗ് സർക്കാരിൽ വ്യോമയാന മന്ത്രിയായി. അവിടുന്ന് BSPയിൽ ചേർന്നു. UPയിലെ ബഹ്റൈച്ചിൽ നിന്ന് ആദ്യം കോൺഗ്രസ്, പിന്നീട് ജനതാദൾ, ഒടുവിൽ BSP. ഈ 3 പാർട്ടികളിൽ നിന്ന് ജയിച്ചു. 2004-ൽ BJPയിൽ ചേർന്ന ഖാൻ പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടാക്കി. അധികാരത്തിന് വേണ്ടി പതിറ്റാണ്ടുകളായി RSS ആണെന്ന് ഖാൻ തുറന്നു പറഞ്ഞു. BJPയിലെ വിരലെണ്ണാവുന്ന മുസ്ലിം മുഖങ്ങളിലൊന്നാണ് ഖാൻ. ഒരു ഉറച്ച നിലപാടോ അഭിപ്രായമോ ഇല്ലാത്ത ഖാൻ BJPയെ സൂപ്പിക്കാൻ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും. അവരാവശ്യപ്പെടാതെ അവർക്ക് വേണ്ടി വീടുപണി ചെയ്യും. അതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിനറിയാം അധികാര കസേരയിൽ ഇരിക്കണമെങ്കിൽ എങ്ങനെ വളയണമെന്ന്, എങ്ങനെ ചായണമെന്ന്, ചരിയണമെന്ന്. രാഷ്ട്രീയക്കാരിൽ നിലപാടില്ലാത്തൊരു രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും, അത് ആരിഫ് മുഹമ്മദ് ഖാനാണെന്ന്.